അപ്പോൾ ഓക്കെ, അടുത്ത സെക്ഷൻ്റെ പേരാണ് ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ്. ഡിസ്റ്റൻസസ് ആൻഡ് ഹൈറ്റ്സ് അല്ലെങ്കിൽ ദൂരവും ഉയരവും. അടുത്ത ചെറിയൊരു സെക്ഷൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിനകം തന്നെ സൈൻ എന്താണ്, കോസ് എന്താണ്, ടാൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ പഠിച്ച് കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അകലത്തെക്കുറിച്ചും ദൂരത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കും. ഇവിടെ എൻ്റെ കണ്ണിൻ്റെ നേരെ വരുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഹൊറിസോണ്ടൽ റേ എന്ന് പറയും, തിരശ്ചിന രശ്മി എന്ന് പറയും. കണ്ണിന് നേരെ, അതാണ് ഹൊറിസോണ്ടൽ റേ അല്ലെങ്കിൽ തിരശ്ചിന രശ്മി എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരാളെ വരച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കണ്ണ് അതിന് നേരെ വരുന്നത് നമ്മളതിനെ വിളിക്കും തിരശ്ചിന രശ്മി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേ എന്ന് പറയുന്നത്. ഇത് കണ്ണിന് നേരെയാണ്. ആ നേരയിൽ നിന്ന് ഞാൻ ഒരല്പം മുകളിലേക്ക് ഒരു കാക്ക പറന്നു പോകുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ആ തിരശ്ചിന രശ്മിയിൽ നിന്ന്, ഹൊറിസോണ്ടൽ റേയിൽ നിന്ന് മുകളിലേക്ക് നോക്കുന്നു. അതായത് മുകളിലേക്ക് നോക്കുന്നു. ഈ ആംഗിളിന് എത്രമാത്രം നമ്മുടെ ദൃഷ്ടി ഹൊറിസോണ്ടൽ റേയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തിയോ അതിന് നമ്മൾ ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ നമ്മളതിനെ വിളിക്കും മേൽക്കോൺ എന്ന് നമ്മളതിനെ വിളിക്കും. മേൽക്കോൺ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്കുള്ളതാണ് മേൽക്കോൺ എന്ന് പറയുന്നത്. എവിടെ നിന്ന്? തിരശ്ചിന രശ്മിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, ഹൊറിസോണ്ടൽ റേയിൽ നിന്ന് എത്രമാത്രം ഡിഗ്രി മുകളിലേക്ക് ഉയർന്നിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് നമ്മളതിനെ വിളിക്കുന്നു. ഇനി അടുത്തത് നേരെ വീണ്ടും നോക്കി താഴേക്ക് നോക്കുന്നു എന്ന് കരുതി. താഴേക്ക് നോക്കുന്നു. ഒരു ഉറുമ്പ് പോകുന്നു, അതിനെ ഞാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ താഴേക്ക്, അതായത് ഇവിടെയാണ് ഗ്രൗണ്ട് ലെവൽ എങ്കിൽ ഓക്കെ, ഇവിടെ നിന്ന് ഞാൻ ഇവിടേക്ക് നോക്കുന്നു, ഇവിടെയുള്ളൊരു വസ്തുവിലേക്ക് നോക്കുന്നു. അപ്പൊ എത്രമാത്രം ഡിഗ്രി താഴേക്ക് ചെരിഞ്ഞു? ഇവിടെ നിന്ന് ഇത്രത്തോളം. എവിടെ നിന്ന്? ഇവിടെ നിന്ന്. ഒക്കെ തിരശ്ചിന രശ്മിയിൽ നിന്നാണ്, ഹൊറിസോണ്ടൽ റേയിൽ നിന്നാണ്. അതിൽ നിന്ന് ഞാൻ എത്രമാത്രം താഴേക്ക് തിരിച്ചു, താഴേക്ക് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടേക്ക്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ എന്ന് നമ്മൾ വിളിക്കും. കീഴ്ക്കോൺ എന്ന്
നമ്മളതിനെ വിളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം മേൽക്കോണായിക്കോട്ടെ കീഴ്ക്കോണായിക്കോട്ടെ, ആംഗിൾ ഓഫ് എലിവേഷൻ ആയിക്കോട്ടെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിക്കോട്ടെ, ഇവിടെ നിശ്ചയിക്കുന്നത്, തീരുമാനിക്കുന്നത് ആരാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ഹൊറിസോണ്ടൽ റേയുടെ അടിസ്ഥാനത്തിലാണ്, തിരശ്ചീന രശ്മിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒരിക്കൽ കൂടി നമ്മൾ നേരെ നോക്കുന്നു, ഹൊറിസോണ്ടൽ റേ, അതിൽ നിന്ന് എത്ര ഡിഗ്രി മുകളിലേക്ക് ഞാൻ ദൃഷ്ടി പായിച്ചു, അതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രമാത്രം. അതുപോലെ തന്നെ താഴേക്കാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ, അതിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷനും ഉണ്ട്, ആംഗിൾ ഓഫ് ഡിപ്രഷനും ഉണ്ട്, മേൽക്കോണും ഉണ്ട്, അതുപോലെ തന്നെ കീഴ്ക്കോണും ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയ ഇതെല്ലാവരും ഒന്ന് വരച്ചെടുത്ത്, ഇതെല്ലാവരും ഒന്ന് വരച്ചെടുത്തു കേട്ടോ. ഓക്കെ, മേൽക്കോണും കീഴ്ക്കോണും നമുക്ക് മനസ്സിലാകണം. ഇത് വരച്ചെടുത്തു. നേരെ എഴുതിയിരിക്കുന്നത് തിരശ്ചീന രശ്മി അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേ. ഇത് ഈ ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോൺ, ഈ ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ കേട്ടാ. ഒന്ന് വേഗം എഴുതി. ഓക്കെ, എല്ലാവരും വരച്ചു കഴിഞ്ഞാൽ
എല്ലാവരും ഇതൊക്കെ വരച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ മേൽക്കോൺ എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ എന്താണ്, കീഴ്ക്കോൺ എന്താണ്, ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 119 എടുത്ത്, പേജ് നമ്പർ 119 എടുക്കുക. പേജ് നമ്പർ 119 എടുക്കുക. അതിൽ ഒരു ചോദ്യം കാണും, ഒരു എക്സാമ്പിൾ ചോദ്യം കാണും. എ മാൻ സ്റ്റാൻഡിങ് 10 meters away from the foot of a tree എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം അവിടെ കാണും അല്ലെ? ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം അവിടെ കാണും. എല്ലാവരും ആ ചോദ്യം ഒന്ന് എഴുതി. എഴുതി കഴിഞ്ഞു അല്ലേ? എന്താണ് ആ ചോദ്യം പറയുന്നതെന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ആ ചോദ്യത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കി. ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ മരത്തിൻ്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അയാളുടെ ഉയരം 1.7 മീറ്ററാണ്. മരത്തിന് എത്ര ഉയരമുണ്ട്? എ മാൻ സ്റ്റാൻഡിങ് 10 meters away from the foot of a tree sees its top at an elevation of 40 degrees. His height is 1.7 meters. What is the height of the tree? അപ്പോൾ നമുക്ക് ചോദ്യം എന്ന് നോക്കി നോക്കാം എന്താണ് ചോദ്യം പറയുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ഗ്രൗണ്ട് ലെവൽ ഇതാണ്. ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന്, അപ്പോൾ എന്തായാലും ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്, 90 ഡിഗ്രി ആവും എന്ന് നമ്മൾ വിചാരിക്കുക. ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ, അപ്പോൾ മരത്തിന്റെ ചുവട് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അവിടെ നിന്ന് എത്ര മീറ്റർ അകലെ പറയണത്? 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ. അപ്പോൾ 10 മീറ്റർ ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? മരത്തിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അതോടെ നിൽക്കട്ടെ. അയാളുടെ ഉയരം തന്നിട്ടുണ്ട്. ഉയരം തന്നിട്ടുള്ള കണക്കുകളിൽ ശ്രദ്ധിക്കുക. അയാളുടെ ഉയരം തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അയാളുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു വര മുകളിലേക്ക്, ഇതാണ് അയാളെന്ന് സങ്കല്പിക്കുക. എത്ര ഉയരമുണ്ട്? 1.7 മീറ്റർ ഉയരമുള്ള കക്ഷിയാണ്. 170 സെന്റിമീറ്റർ ഉയരമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, മുകളിലേക്ക് അയാളുടെ ഉയരം നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് വരച്ചിരിക്കുന്നു. കാരണം എന്താ? അയാളുടെ കണ്ണുകൾ വെച്ചിട്ടാണ് നമ്മൾ മേൽക്കോണും കീഴ്ക്കോണും ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും ഒക്കെ തന്നെ മനസ്സിലാക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അയാളുടെ കണ്ണുകളുടെ നേരെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ അയാളുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ ആ ഉയരം നമ്മൾ പരിഗണിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അയാളുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ നേരെ നോക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതായത് നേരത്തെ പറഞ്ഞ ഇതില് ആംഗിൾ ഓഫ് തിരശ്ചീന രശ്മി അല്ലെങ്കിൽ എന്താ പറയാ ഹൊറിസോണ്ടൽ റേ എപ്പോഴും ഒരാളുടെ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ നമ്മൾ നോക്കുന്നു. നേരെ നമ്മൾ നോക്കി. അപ്പോൾ മരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടുണ്ടാവും അല്ലേ? ഓക്കെ. ഇനി തുടർന്ന് എന്താ ചെയ്യണത്? അയാൾ ഇവിടുന്ന് മരത്തിന്റെ മുകളറ്റത്തേക്ക് നോക്കുന്നുണ്ട്. മരത്തിന്റെ മുകളറ്റത്തേക്ക് എത്ര ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത് എന്നാണ് പറയണത്?
40 ഡിഗ്രി മേൽക്കോണിൽ ആംഗിൾ ഓഫ് ഇലിവേഷൻ എത്ര ഡിഗ്രിയാണ്? 40 ഡിഗ്രി. ഈ പറഞ്ഞ ഈ വരച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കി. അപ്പോൾ 40 ഡിഗ്രിയിൽ അയാൾ എന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കിയപ്പോഴാണ് എങ്ങനെയാണ് 40 ഡിഗ്രി കണക്ക്? തിരശ്ചീന രശ്മിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, ഹൊറിസോണ്ടൽ റൈയിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നേരെയുള്ളതിൽ നിന്ന് 40 ഡിഗ്രി മുകളിലേക്കാണ് അദ്ദേഹം നോക്കിയത്. 40 ഡിഗ്രി മുകളിലേക്കാണ് അദ്ദേഹം നോക്കിയത്. അപ്പോഴാണ് മരത്തിന്റെ മുകളറ്റം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചിത്രം വരച്ച് നിങ്ങൾക്ക് മനസ്സിലായ? ഞാനത് ഒരു പ്രാവശ്യം കൂടി പറയാം. ശ്രദ്ധയോടെ ഇരിക്കുക കേട്ടോ, ശ്രദ്ധയോടെ ഒന്നുകൂടി. ഓക്കെ, നമ്മൾ ആദ്യം ഗ്രൗണ്ട് ലെവൽ, അല്ലേ? ഗ്രൗണ്ട് ലെവല് നമ്മൾ വരച്ചിരിക്കുന്നു. ഇതാണ് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ എന്ന് വിചാരിക്കുക. അവിടെ എന്തുണ്ട്? ഒരു മരത്തെ കുറിച്ച് പറയുന്നു. ഒരു മരം തന്നിട്ടുണ്ട്. യെസ്, നേരെ നിൽക്കുന്ന ഒരു മരം, അത് നമ്മൾ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പറയുന്നു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് എത്ര ഡിഗ്രി അകലെയാണ് എന്നാണ് നമ്മളോട് പറയുന്നത്? 10 മീറ്റർ അകലെയാണ് എന്ന് പറഞ്ഞാൽ ഇതാണ് 10 മീറ്റർ. ചില കേസുകളിൽ ആളുകളുടെ ഉയരം തരില്ല, ചില കേസുകളിൽ ആളുകളുടെ ഉയരം തരും. ഈ ചോദ്യത്തിൽ ആളുകളുടെ ഉയരം തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദി മാൻ തന്നിട്ടുണ്ട്. എത്രയാണ് അയാളുടെ ഉയരം പറഞ്ഞിരിക്കുന്നത്? 1.7 മീറ്റർ ഉയരം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഉയരം അളവൊന്നും എടുക്കണ്ട, അളവൊന്നും എടുക്കാതെ ഒരു റഫായിട്ട് മതി. അപ്പോൾ ഇത് 1.7 മീറ്റർ ആണ്. 1.7 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഒരാൾ, അയാളെ ഹൈറ്റ് ഉണ്ടാകുന്നിരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നേരെ നമ്മൾ വരയ്ക്കുന്നു. ഇത് ഹൊറിസോണ്ടൽ റേ ആണ്, അല്ലെങ്കിൽ തിരശ്ചീന രശ്മിയാണ്. നേരെ വരച്ചു. ഇനി അടുത്തായിട്ട് എന്താ പറയുന്നത്? ഇനിയാണ് അയാൾ എന്ത് ചെയ്യേണ്ടത്? 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ നോക്കുന്നു. 40 ഡിഗ്രി മേൽക്കോണിൽ നോക്കുന്നു. 40 ഡിഗ്രി മേൽക്കോണിൽ നോക്കിയപ്പോൾ മരത്തിന്റെ മുകൾ ഭാഗം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 40 ഡിഗ്രി. ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കി. അപ്പോൾ ഇങ്ങനെ ചിത്രം വരയ്ക്കാനായിട്ട് ഈ ഭാഗം നമുക്ക് ചിത്രം വരയ്ക്കാം. നിർബന്ധമായിട്ടും ചിത്രം വരയ്ക്കാം. ചിത്രം വരച്ചുകൊണ്ട് വേണം നമുക്കത് കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പോൾ നമ്മുടെ ഇനി എന്താണ് പറയേണ്ടത്? എന്താ നമ്മുടെ ലക്ഷ്യം? ചിത്രം നമുക്ക് ഓക്കെ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ നമ്മുടെ ലക്ഷ്യം? മരത്തിന്റെ ഉയരമാണ്. ഹൈറ്റ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ? മരത്തിന്റെ ഉയരം എത്രയാണ്? ഇതാണ് ഗ്രൗണ്ട് ലെവൽ. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്നാണ് പേര് കൊടുക്കാം. എല്ലാത്തിലും അത് ഇവിടെ നിന്നാണ് ഇനി നമ്മൾ പേര് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടേക്ക് എത്തുന്ന രീതിയിൽ വേണം പേര് കൊടുക്കാൻ. ഓരോ ജംഗ്ഷനും പേര് കൊടുക്കണം. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്, ഇത് ഇ ആണ്. ഓക്കെ, ഓരോ ജംഗ്ഷനും നമ്മൾ പേര് കൊടുത്തിരിക്കുന്നു. ഈ ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാനുണ്ടായ കാര്യം നമുക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇനി എന്താണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മരത്തിന്റെ ഉയരം, അതായത് CE ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ചിത്രത്തിന്റെ താഴെ നമ്മൾ എഴുതുന്നു. നമ്മൾ ചിന്തിക്കണം അല്ലേ? മരത്തിന്റെ ഉയരം അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് CE നമുക്ക് കണ്ടുപിടിക്കണം. മരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? CE, അതായത് ഹൈറ്റ് ഓഫ് ദി ട്രീ. height of the tree, height of the tree, CE, അല്ലേ? ഈക്വൽ CE. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ CE എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് കിട്ടുക? CE എന്ന് പറയുന്നത് CD-യും DE-യും കൂടി കൂട്ടിയതാണ്. അപ്പോൾ CD പ്ലസ് DE ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CE കിട്ടുന്നത്. ഈ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൽ CD-യുടെ ലെങ്ത് നമുക്ക് അറിയാം. ഈ ഹൈറ്റ് തന്നെയല്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരിക. ഇത് 1.7 ആണെങ്കിൽ ഇത് എത്ര തന്നെയാണ്? ഇതും 1.7 ആണ്. അപ്പോൾ CD-യുടെ ലെങ്ത് നമ്മുടെ കയ്യിലുണ്ട് 1.7 പ്ലസ്. ഇനി DE കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. DE കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായ? ഓക്കെ, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ DE ഉൾപ്പെടുന്ന റൈറ്റ് ട്രയാങ്കിൾ വേണം. മുൻപത്തെ പോലെ തന്നെ DE ഉൾപ്പെടുന്ന ഒരു മട്ടത്രികോണം അവിടെ വേണം. ഓക്കെ, DE ഉൾപ്പെടുന്ന ഒരു മട്ടത്രികോണം എവിടെയുണ്ട്? ഓക്കെ, ADE എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ തന്നിട്ടുണ്ട്.
എന്താ അവൻ്റെ പേര്? ADE എന്ന പേരിലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ഉണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? DE കണ്ടുപിടിക്കണം. DE കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ആംഗിൾ വേണം, ഒരു സൈഡിന്റെ ലെങ്ത്തും വേണം. ശരിയല്ലേ? ഇവിടെ ഏത് ആംഗിൾ? 40 ഡിഗ്രി ആംഗിൾ തന്നിട്ടുണ്ട്. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ AD ആകാം, DE ആകാം, AE ആകാം. AE തന്നിട്ടില്ല. DE കണ്ടുപിടിക്കണം. AD എങ്കിലും കിട്ടണം. നമ്മൾ നോക്കുമ്പോൾ BC 10 മീറ്റർ ആണെങ്കിൽ ADയുടെ നീളം എത്ര തന്നെയാണ്? 10 മീറ്റർ തന്നെയാണ്. അപ്പോൾ ഈ റൈറ്റ് ട്രയാങ്കിൾ താഴെയുള്ളതല്ല, ADE ആണ് റൈറ്റ് ട്രയാങ്കിൾ. ADE ആണ് ഇവിടെ വന്നിരിക്കുന്ന മട്ടത്രികോണം എന്ന് പറയുന്നത്. അപ്പോൾ ADE എന്ന് പറയുന്ന മട്ടത്രികോണത്തിൽ ഒരു കോണിന്റെ അളവുണ്ട്, ഒരു വശത്തിന്റെ നീളമുണ്ട്. ADE എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിൽ ഒരു ആംഗിൾ വന്നിട്ടുണ്ട്, ഒരു സൈഡിന്റെ ലെങ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? DE കണ്ടെത്താം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവനാരാ? ഇത് എതിർവശമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇവന്റെ അടിസ്ഥാനത്തിൽ ഇവനാരാ? ഇവൻ സമീപവശമാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അഡ്ജസന്റ് സൈഡാണ്. ഇവിടെ ആരും തമ്മിലുള്ള ഇനിയൊക്കെ സാധാരണ പോലെയാണ്. ഇനി ആരും തമ്മിലുള്ള ബന്ധം അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എതിർവശവും സമീപവശവും തമ്മിലുള്ളത്, അതായത് ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇൻ റൈറ്റ് ട്രയാങ്കിൾ എന്താ പേര്? ADE മട്ടത്രികോണം ADE മട്ടത്രികോണം ADE എന്ത് ബൈ എന്താ? എതിർവശം സമീപവശമാണ്, അല്ലെ? അപ്പോൾ എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ആണ്. ടാൻ എത്ര ഡിഗ്രിയാണ്? ടാൻ 40 ഡിഗ്രിയാണ്. ഇനി എതിർവശത്തിന്റെ പേര് എന്താണ്? എതിർവശത്തിന്റെ പേര് DE എന്നാണ്. DE ബൈ സമീപവശത്തിന്റെ പേര് AD. അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് DE ആണ്. അതുപോലെ തന്നെ അഡ്ജസ്റ്റന്റ് സൈഡ് എന്ന് പറയുന്നത് AD ആണ്. ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടി? ടാൻ 40 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇനി DE അളവ് നമുക്ക് അറിയില്ല. ബൈ ADയുടെ അളവ് എത്രയാ? 10 ഈക്വൽ ടു ടാൻ 40യുടെ വില. ടാൻ 40ന്റെ വില നമുക്ക് അവർ തരും. 0.8391. എന്തിന്റെ വില? ടാൻ 40ന്റെ വില നമുക്ക് ചോദ്യത്തിൽ തരും. അപ്പോൾ അത് നമ്മൾ എഴുതി. അങ്ങനെയാണെങ്കിൽ DEയുടെ വില നമുക്ക് എത്ര കിട്ടുക? 0.8398 ബൈ 10 ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇൻറ്റു 10. ഇനി 10 കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് നീങ്ങും. അപ്പൊ എന്തായി? 8.391 എന്നാണ്. നമുക്ക് 2 സ്ഥാനം മതി. അപ്പൊ നമുക്ക് 3.9 മീറ്റർ എന്ന് നമുക്ക് കിട്ടും. DEയുടെ വില നമുക്ക് കിട്ടിയിരിക്കുന്നു. മീറ്റർ വരെ ഏതാണെന്നില്ല, 8.39 എന്ന് നമുക്ക് കിട്ടി. DE കിട്ടിയാൽ നമുക്ക് മരത്തിന്റെ ഉയരത്തിലേക്ക് പോവാം, അല്ലെ? അത് നമ്മൾ ചിന്തിച്ചതാണെന്ന് നമുക്കറിയാം. നമ്മൾ ഇവിടേക്ക് എടുത്തിരിക്കുന്നു. Therefore മരത്തിന്റെ ഉയരം, അതായത് ഹൈറ്റ് ഓഫ് ദി ട്രീ, ഹൈറ്റ് ഓഫ് ദി ട്രീ എന്ന് പറഞ്ഞാൽ എന്താ? CE ആണ്. ഓക്കെ അല്ലേ പറഞ്ഞത്? ഈ CE എങ്ങനെയാണ് നമുക്ക് കിട്ടുക? CD പ്ലസ് DE. അതിൽ CD എന്താണ്? 1.7 ആണ്. പ്ലസ് DE എത്രയാണ്? DE ആണ് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയത് 8.39. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കൂട്ടുന്നു. എങ്ങനെ കൂട്ടുന്നു? വർക്കിംഗ് നമ്മൾ കൂട്ടുന്നു. വർക്കിംഗ് കോളത്തിൽ നമ്മൾ കൂട്ടി എഴുതുന്നു. 8.39 1.7. പോയിന്റിന്റെ താഴെ പോയിന്റ് വരണം. അറിയാലോ? പോയിന്റിന്റെ താഴെ പോയിന്റ് വരുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. അപ്പൊ 7.0 വേണമെങ്കിൽ എഴുതാം. പോയിന്റ് താഴെ ശ്രദ്ധിച്ചോ, 9 എടുത്ത് എഴുതരുത്. 9 10 0 ബാക്കി 1 10. അപ്പൊ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കി? 10.09 എന്ന് കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? 10.09
0.9 മീറ്റർ. ഇതാണ് മരത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് നോക്കി. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? ചിത്രം ഞാൻ 2 പ്രാവശ്യം വരച്ചു. ചിത്രം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മരത്തിൻ്റെ ഉയരമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ചിത്രത്തിൻ്റെ താഴെ അത് എഴുതി. നിങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ DE ആണ് കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. DE കണ്ടെത്തണം എന്ന് തിരിച്ചറിഞ്ഞാൽ DE കണ്ടുപിടിക്കാനുള്ള ശ്രമം നമ്മൾ ആരംഭിക്കുന്നു. DE നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ മരത്തിൻ്റെ ഉയരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. 10.09 മീറ്റർ ആണ് മരത്തിൻ്റെ ഉയരം എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായ? ശരി, എല്ലാവരും അത് എഴുതിയിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇത് മനസ്സിലാക്കിയാൽ ഇതിനെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഈ ഭാഗം ഒന്ന് ക്ലിയർ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കഥയായിട്ട് നമുക്ക് തന്നിരിക്കുന്നു. ആ കഥയെ നമ്മൾ ചിത്രത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിനു മുമ്പ് ചിത്രം തന്നിരുന്നത്, നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പോൾ കഥയെ നമ്മൾ ചിത്രത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഉത്തരം നമ്മൾ കണ്ടെത്തി. ഓക്കെയാണ്? നോക്കാം, നന്നായിട്ട് നോക്കാം. ഇതാ പേജ് നമ്പർ 122 ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതും. പേജ് നമ്പർ 122 ഒന്നാമത്തെ ചോദ്യം എല്ലാവരും എഴുതിയിടും. അപ്പോൾ ഓക്കെ, എല്ലാവരും ചോദ്യം എഴുതി അല്ലേ? ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും ചോദ്യം എഴുതി കഴിഞ്ഞ് വായിച്ചു നോക്കി. സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുന്ന സമയത്ത് ഒരു മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 18 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ മരത്തിൻ്റെ ഉയരം എത്രയാണ്? ഇതാണ് ചോദ്യം. ശരി. When the sun is at an elevation of 40 degree, the length of its shadow of a tree is 18 meters. What is the height of the tree? മരത്തിൻ്റെ ഉയരം എത്രയാണ്? ഇതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ശ്രദ്ധിക്കും. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയണത്? മരത്തിൻ്റെ നിഴലിനെ കുറിച്ചാണ് പറയണത്. സൂര്യൻ 40 ഡിഗ്രി, സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ നോക്കിയേ, ഇതാ ഇതിൽ നിന്ന് 40 ഡിഗ്രിയിലാണ് ഇപ്പൊ സൂര്യനെ കാണുന്നത്. ആ സമയത്തെ കഥയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് തിരശ്ചീന രശ്മിയിൽ നിന്ന് 40 ഡിഗ്രി മുകളിലാണ് സൂര്യനെ കാണുന്നത്. ഹൊറിസോണ്ടൽ റേയിൽ നിന്ന് 40 ഡിഗ്രി എലിവേഷനിലാണ് എന്ത് കാണുന്നത്? ഇപ്പൊ സൂര്യനെ നമ്മൾ കാണുന്നത്. അതാണ് കഥ. നമുക്ക് ആദ്യം ഇത് ഗ്രൗണ്ട് ലെവലാണ്. യെസ്, ഓക്കെ, ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഇവിടെ മരം. ഓക്കെ, ഇനി പറയുന്നു സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിലാണ്, എലിവേഷനിലാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് 40 ഡിഗ്രി. അപ്പൊ സൂര്യൻ എവിടെയാണ്? സൂര്യൻ ഇതല്ല, സൂര്യൻ ഇവിടെ അല്ലേട്ടാ. സൂര്യൻ അങ്ങ് അകലെയോ അല്ലെ, അങ്ങ് അകലെയോ എവിടെയോ. ശരി, ഇതാണ് ഉദ്ദേശിക്കുന്നത് 40 ഡിഗ്രി. ചിത്രം നിങ്ങൾക്ക് മനസ്സിലായോ നോക്കി. ഇവിടെ ആളിന്റെ ഉയരോ അങ്ങനെ ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഒരു മരണ്ട്, ആ മരത്തിന്റെ നിഴല് നിഴല് എവിടെ ഉണ്ടാവുക?
നിഴൽ നിൽക്കുമോ? ഇല്ല, നിഴൽ ഭൂമിയിലാണ് വരിക. ശരിയല്ലേ? 40 ഡിഗ്രി സൂര്യൻ കാണുന്ന സമയത്ത് ദാ മരത്തിന്റെ നിഴൽ ദാ കിടക്കും. ഇനി എന്താ പറഞ്ഞിരിക്കണേ? ദ ലെങ്ത് ഓഫ് ദി ഷേഡ് ഓഫ് എ ട്രീ, ഒരു മരത്തിന്റെ നിഴലിന്റെ നീളമാണ് 18 മീറ്റർ. ഇതിലേതാ മരം? ഇതാണ് മരം. നിഴലേതാ? ഷേഡ് ഏതാ? ഇതാണ്. അതിനാണ് 18 മീറ്റർ നീളമുണ്ട് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മരത്തിന്റെ ഉയരം കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് മരത്തിന്റെ ഉയരം, ഇത് കണ്ടുപിടിക്കണം എന്നാണ് അർത്ഥം. നമുക്ക് നേരത്തെ പോലെ ഇതിന് പേരൊക്കെ കൊടുക്കാം അല്ലെ? ഇതിന് പേര് കൊടുക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പേര് കൊടുക്കേണ്ടത്. ഇത് എ ആണ് അല്ലെ? ഇതിനെ എ എന്ന് വിളിക്കാം, ഇതിനെ ബി എന്ന് വിളിക്കാം, ഇതിനെ സി എന്ന് വിളിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാം. അപ്പൊ ഇത് എത്ര ഡിഗ്രിയാണ്? ഇത് 90 ഡിഗ്രിയാണ്. ഇത്രയും കാര്യങ്ങൾ എത്തിയോന്ന് നോക്കി. ഇത്രയും കാര്യങ്ങൾ എത്തിയോ? അപ്പൊ ഇനി ഇത് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ കണ്ടുപിടിക്കേണ്ടതാണ് മരത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. ഓക്കെ, മരത്തിന്റെ ഉയരം, അതായത് ഹൈറ്റ് ഓഫ് ദി ട്രീ. മരത്തിന്റെ ഉയരം കണ്ടുപിടിക്കണം. മരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ എന്താ? BC കണ്ടുപിടിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. BC കണ്ടുപിടിക്കണം. ആ BC എന്ന് പറഞ്ഞാൽ BC തന്നെ, വേറെ ഇതൊന്നുമില്ല. നേരത്തെ ഒരാളുടെ ഉയരം തന്നിട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ ചിത്രം അങ്ങനെ വന്നത്. ഇവിടെ ഉയരമൊന്നും തന്നിട്ടില്ല. അപ്പോൾ ശരി, നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ BC കണ്ടുപിടിക്കാൻ തീരുമാനമായി. BC ഉൾപ്പെടുന്ന ട്രയാങ്കിൾ, ആ ട്രയാങ്കിളുകൾ ഒരു ആംഗിൾ താഴെ എടുക്കുന്നു, ഒരു സൈഡ് താഴെ എടുക്കുന്നു, ഒക്കെ ഓക്കെ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നം കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? BCയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങല്ലേ അല്ലേ? ഇൻ റൈറ്റ് ട്രയാങ്കിൾ, എന്താ അതിന്റെ പേര്? ABC, മട്ടത്രികോണം ABC. ഓക്കെ, എന്ത്? ഇതിനെ സംബന്ധിച്ച് ഇത് എതിർവശമാണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. ഇതിനെ സംബന്ധിച്ച് ഇത് സമീപ വശമാണ്, അതായത് അഡ്ജസന്റ് സൈഡാണ്. അപ്പോൾ എതിർവശം ബൈ സമീപവശം അല്ലെ? അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ടാൻ എന്ന് വിളിക്കുക. ഇവിടെയോ അതെ, ടാൻ 40 ഡിഗ്രി തന്നെയാണ്. ശരി, ഇതിൽ എതിർവശത്തിന്റെ പേര് എന്താ? BC ബൈ അഡ്ജസന്റ് സൈഡ്, സമീപവശം എന്താണ്? AB ഈക്വൽ ടു ടാൻ 40 ഡിഗ്രി. ഇതിൽ BCയുടെ അളവ് BCയുടെ അളവാണ് കണ്ടെത്തേണ്ടത്. AB യുടെ അളവ് 18 ഈക്വൽ ടു ടാൻ 40യുടെ വില അല്ലെ? ടാൻ 40യുടെ വില തൊട്ട് മുമ്പത്തെ കണക്കിൽ നമ്മൾ ചെയ്താണ് 0.8391, 0.8391, 8391. അങ്ങനെ വരുമ്പോൾ BC ഈക്വൽ ടു 0.8391 ഇൻറ്റു 18 എന്ന് നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ ആരുടെ നീളം കിട്ടി? BCയുടെ നീളം കിട്ടി. BCയുടെ നീളമാണ് എന്ത് എന്ന് പറയുന്നത്? അതിന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായി? ചിത്രം വരച്ചത് മനസ്സിലായി? ഇനി സൂര്യൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യം ഉണ്ടാവും? ഇല്ല, അതിന് നേരെ വരച്ചാൽ മതി. ഓക്കെ, വേഗം ഒന്ന് വരച്ച് ഒന്ന് ചെയ്തോളൂ.
ബി സിയുടെ നീളം കിട്ടിയെന്ന് നോക്കി, അത് തമ്മിൽ ഗുണിക്കും കേട്ടോ. അത് തമ്മിൽ ഗുണിച്ച് സ്വന്തമായിട്ട് ഗുണിക്കാം. കൂട്ടൽ, കുറയ്ക്കൽ, ഗുണിക്കൽ, ഹരിക്കൽ ഇതെല്ലാം സ്വന്തമായിട്ട് ചെയ്യണം. ഒരിക്കലും നോക്കി പകർത്തരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്, ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ കണ്ടെത്തിയത് ബി സിയുടെ നീളമാണ്. ബി സി എന്താ, അതാണ് കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. അവസാനം നമ്മൾ മരത്തിൻ്റെ ഉയരം, therefore മരത്തിൻ്റെ ഉയരം സമം അല്ലേ ഹൈറ്റ് ഓഫ് ദി ട്രീ. ഈക്വൽ ടു ബി സി ഈക്വൽ ടു 15.10 മീറ്റർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് നോക്കി. ഇത് ഓക്കെ ആയ ഓക്കെ അല്ലേ? എല്ലാവരും പോസ് ചെയ്തിട്ട് എഴുതിയെടുത്തു കേട്ടോ. ശരി, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും പേജ് നമ്പർ 122 രണ്ടാമത്തെ ചോദ്യം എല്ലാവരും എഴുതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എഴുതിക്കോളൂ. ശരി, രണ്ടാമത്തെ ചോദ്യം എന്താ? വെൻ ദ സൺ ഈസ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 35 ഡിഗ്രി, സൂര്യൻ 35 ഡിഗ്രി മേൽക്കോണി നിൽക്കുന്ന സമയത്ത്, നേരത്തെ 40 ഡിഗ്രി എന്ന് പറഞ്ഞതിന് പകരം ഇവിടെ 35 ഡിഗ്രി മേൽക്കോണി നിൽക്കുന്ന സമയത്ത്, ദ ഷേഡ് ഓഫ് എ ട്രീ ഈസ് 10 മീറ്റേഴ്സ്, ഒരു മരത്തിന്റെ നിഴലിന് 10 മീറ്റർ നീളമുണ്ട്. വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ദി ഷേഡ് ഓഫ് ദി സെയിം ട്രീ വെൻ ദ സൺ ഈസ് എൻ എലിവേഷൻ ഓഫ് 25 ഡിഗ്രി? അങ്ങനെയാണെങ്കിൽ സൂര്യൻ 25 ഡിഗ്രി നിൽക്കുന്ന സമയത്ത് എന്താണ് മരത്തിന്റെ നിഴലിന്റെ നീളം എത്രയായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തേനെ ഒന്ന് വലിച്ചു നീട്ടിയിരിക്കുന്നു. അപ്പോ ആദ്യം എന്താ പറയുന്നത്? സൂര്യൻ 35 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത്, 35 ഡിഗ്രി എലിവേഷനിൽ നിൽക്കുന്ന സമയത്ത്, 35 ഡിഗ്രി മേൽക്കോണിൽ നിൽക്കുന്ന സമയത്ത് മരത്തിന്റെ നിഴലിന്റെ നീളം തന്നിട്ടുണ്ട് 10 മീറ്റർ എന്ന്. അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മരത്തിന്റെ ശരിയായ ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. ഏതുപോലെ? ഇപ്പൊ തന്നെ ചെയ്തതുപോലെ. ഓക്കെ. അതിനുശേഷം എന്താണ് പറയണത്? സൂര്യൻ 25 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? 25 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് മരത്തിന്റെ നിഴലിന്റെ നീളം എത്രയായിരിക്കും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ചോദ്യം വായിച്ചു നോക്കാം. കാര്യം ചോദ്യം മനസ്സിലായെന്ന് നോക്കി. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മരത്തിന്റെ ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. ഏതുപോലെ? നേരത്തെ ചെയ്തതുപോലെ കണ്ടുപിടിക്കണം. അപ്പൊ മരത്തിന്റെ ഉയരം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ കടക്കണം. 25 ഡിഗ്രി മേൽക്കോണിൽ നിൽക്കുന്ന സമയത്ത് എന്നുള്ള രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ നിഴലിന്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായ? അപ്പൊ ഈ ചോദ്യത്തെ രണ്ടെണ്ണമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തേത് നമുക്കറിയാം, ഇത് ഗ്രൗണ്ട് ലെവലാണ് എന്ന് കരുതുക. എന്താ പറയാ, ഇത് മരമാണ് എന്ന് നമ്മൾ കരുതുന്നു. യെസ്, ഓക്കെ. ഇത് എത്ര ഡിഗ്രി പറയുന്നത്? സൂര്യൻ എത്ര ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞിരിക്കണേ? 35 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് അല്ലെ? 35 ഡിഗ്രിയിൽ നിൽക്കുന്ന സമയത്ത് മരത്തിന്റെ നിഴലിന്റെ നീളം
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മരത്തിൻ്റെ നിഴലിൻ്റെ നീളം 10 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മരത്തിൻ്റെ ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം രണ്ടാമത്തേലേക്ക് നമ്മൾ കടക്കാനായിട്ട്. ഇതിനെ നമ്മൾ എ എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ ബി എന്ന് വിളിക്കുന്നു, ഇതിനെ നമ്മൾ സി എന്ന് നമ്മൾ വിളിക്കുന്നു. ശരി, എന്താ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? മരത്തിൻ്റെ ഉയരം നമ്മൾ ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നു. മരത്തിൻ്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ട്രീ, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൈറ്റ് ഓഫ് ദി ട്രീ, മരത്തിൻ്റെ ഉയരം നമ്മൾ കണ്ടുപിടിക്കണം. മരത്തിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ ബി സി കണ്ടുപിടിക്കണം എന്നർത്ഥം. ബി സി കണ്ടുപിടിക്കണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. ശരി, സാധാരണ പോലെ നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്തോളൂ. എതിർവശം ബൈ സമീപവശം, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്തായാലും നമ്മൾ വിളിക്കുക? നമ്മളതിനെ ടാൻ എന്ന് വിളിക്കും. എത്ര ഡിഗ്രി പറയുന്നത്? 35. ബി സി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു tan 35 ഡിഗ്രി. ഇതിൽ ബി സിയുടെ അളവ്, ബി സിയുടെ അളവ് നമുക്ക് തന്നിട്ടില്ല. എ ബിയുടെ അളവ് 10 ഈക്വൽ ടു tan 35ൻ്റെ വില നമുക്ക് അറിയണം. tan 35 0.7002 തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. കൊണ്ട് ഗുണിക്കുമ്പോൾ പോയിന്റ് ഒരു സ്ഥാനം വലത്തോട്ട് തരുന്നു. അപ്പോൾ 7.002 എന്ന് പറയുമ്പോൾ 7 മീറ്റർ എന്ന് നമ്മൾ പരിഗണിച്ചാൽ മതി കേട്ടോ. 7.00 എന്ന് പറഞ്ഞാൽ എന്താ? 7. അത് നമ്മൾ എടുത്താൽ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കണ്ടെത്തി കഴിഞ്ഞു. മരത്തിൻ്റെ ഉയരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു അല്ലേ? അതായത് ഹൈറ്റ് ഓഫ് ദി ട്രീ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് ബി സി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. 7 മീറ്റർ എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ഇത് വെച്ച് രണ്ടാമത്തെ കേസിലേക്ക് നമ്മൾ പോകണം. രണ്ടാമത്തെ കേസ് എന്താ? ഇത് ഗ്രൗണ്ട് ലെവല്, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ മരം, അതിൻ്റെ ഉയരം നമുക്ക് കിട്ടിയിട്ടുണ്ട് 7 മീറ്റർ എന്ന്. ഇത് 25 ഡിഗ്രിയിൽ സൺ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25 ഡിഗ്രിയിൽ സൺ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ല? ഓക്കെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിനി വേണമെങ്കിൽ പേര് മാറ്റാം അല്ലേ? PQR മറ്റേ പേര് കൂടി കേട്ടാലും കുഴപ്പമൊന്നുമില്ല. പി അല്ലെങ്കിൽ ഇവിടെ പി എന്ന് കൊടുത്തു, ഇതിന് രണ്ടിനും മാറ്റമില്ല. അപ്പോൾ ബി എന്ന് കൊടുത്തു, സി എന്ന് കൊടുത്തു. ഈ പൊസിഷൻ മാറിയിട്ടുണ്ടാവാം അല്ലേ? ചിലപ്പോൾ ഈ പൊസിഷൻ മാറിയിട്ടുണ്ടാവാം. 25 ഡിഗ്രി അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇത് ഓക്കെ, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, എതിർവശമാണ്. ഇത് സമീപവശമാണ്, അതായത് അഡ്ജസൻറ്റ് സൈഡാണ്. നേരത്തെ അതേ കഥ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലേ? ഇൻ ട്രയാങ്കിൾ PBC, ഇൻ റൈറ്റ് ട്രയാങ്കിൾ PBC, PBCയിൽ എതിർവശം ബൈ സമീപവശം, എതിർവശം ബൈ സമീപവശം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് അതിന് നമ്മൾ എന്താ വിളിക്കാം? അതും ടാൻ തന്നെയാണ്. ടാൻ എത്ര ഡിഗ്രിയാണ്? 25 ഡിഗ്രിയാണ്. ഇനി എതിർവശത്തിന്റെ പേര് എന്താണ്? BC. BC ബൈ സമീപവശത്തിന്റെ പേര് PB ഈക്വൽ ടു ടാൻ 25.
ഓക്കെ. ഇനി അതിൽ ബി സിയുടെ അളവ്, ഇവിടെ നമുക്ക് ബി സിയുടെ അളവ് ഉണ്ട്. അപ്പോൾ 7/PB 7/PB ഈക്വൽ ടു tan 25. tan 25ന്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 0.4663 0.4663 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഭിന്നസംഖ്യയാണ്, കണ്ടുപിടിക്കേണ്ടത് താഴെയുമാണെങ്കിൽ ഇതിനെ ബൈ ആക്കി നമ്മൾ എഴുതണം. ഇതിനെ ബൈ 1, ശ്രദ്ധിക്കുക, അതിനെ ബൈ 1 ആക്കി എഴുതും. എന്നിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. കണ്ടുപിടിക്കേണ്ടത് ഇത് ഇൻറ്റു ഇത് അല്ലേ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് ബാക്കി എവിടെ എഴുതുന്നു? PB ഇൻറ്റു 0.47 എന്നാക്കി മാറ്റണം. 4663. അപ്പൊ നമ്മൾ 3 സ്ഥാനത്തിന് എന്നുള്ളത് 4 സ്ഥാനത്തിന് എന്നുള്ളത് 2 സ്ഥാനമാക്കുമ്പോൾ മൂന്നാമത്തവനാര് 6ആണ്. അപ്പോൾ 5ഉം 5ൽ കൂടുതലും വന്നാൽ തൊട്ട് മുമ്പത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം അല്ലേ. 46 കൂടെ ഒന്ന് ചേർക്കുമ്പോൾ 47 ഈക്വൽ ടു എന്ത് 7 ഇൻറ്റു 1. ഈ എഴുതിയത് മനസ്സിലായിരുന്നു? ഇത് ഇൻറ്റു ഇത് ഈക്വൽ ടു ഇത് ഇൻറ്റു ഇത്, അതായത് PB ഇൻറ്റു 0.4663 എന്നതിന് പകരം 0.47 അത് വന്നത് മനസ്സിലായിട്ടുണ്ടോ? ഈക്വൽ ടു 7 ഇൻറ്റു 1. അതായത് നമ്മുടെ ലക്ഷ്യം PB ആണ് എങ്കിൽ PB മാത്രം നിർത്തുക. അപ്പോൾ വലതുഭാഗത്ത് ആരുണ്ട്? വലതുഭാഗത്ത് 7 ഉണ്ട്. 7 ഇൻറ്റു 1 7. ഇനി ഇടതുഭാഗത്തുള്ള 0.47 അപ്പുറത്തേക്ക് പോകുമ്പോൾ താഴേക്ക് വരും 0.47 എന്ന് നമുക്ക് കിട്ടും. ഇത്രയും മനസ്സിലായോ നോക്കി? ഇത് സമത്തിന്റെ ഇടതുഭാഗത്തുണ്ടായിരുന്ന 0.47 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ആയിട്ട് മാറും. ഇനി നിങ്ങൾക്കറിയാം ഇത് പോയിന്റ്, താഴെ പോയിന്റ് വന്നാൽ ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ പോയിന്റ് കളയണം. പോയിന്റ് കളയാൻ എന്ത് ചെയ്യണം? ഇവിടെ പോയിന്റിന് ശേഷം 2 സ്ഥാനം വരുന്നത് കൊണ്ട് എന്തുകൊണ്ട് ഗുണിക്കണം? അത് 100 കൊണ്ട് ഗുണിക്കണം. 2 സ്ഥാനം വരുമ്പോൾ അത് 100 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ വന്നപ്പോൾ മുകളിൽ എന്തായി? 700 എന്നും താഴെ പോയിന്റ് 2 സ്ഥാനം വലത്തോട്ട് നീങ്ങുമ്പോൾ 47 എന്ന് നമുക്ക് കിട്ടുന്നു. 700നെ 47 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കും? PBയുടെ നീളം കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നിഴലിന്റെ നീളമാണ്. അത് ഞാൻ എഴുതാൻ പറ്റും. നിഴലിന്റെ നീളം കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ദി ഷേഡ്. നിഴലിന്റെ നീളം കണ്ടുപിടിക്കണം. അതായത് PB കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ശരിയല്ലേ? ഇതാ PB. ഇത് തമ്മിൽ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? PBയുടെ ലെങ്ത് കിട്ടും. ഇതിലെ എവിടെയാ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി, രണ്ടെണ്ണമായിട്ട് നമ്മൾ ചെയ്യുന്നു. ആദ്യത്തേല് നമ്മൾ മരത്തിന്റെ ഉയരം കണ്ടെത്തുന്നു. ആ കണ്ടെത്തിയ ഉയരം വെച്ചുകൊണ്ട് അതേ മരം തന്നെയാണ് അല്ലേ. എന്താ പറയാ, ആംഗിൾ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ 35 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 25 ആയിട്ട് മാറി. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നിഴലിന്റെ നീളത്തിൽ വ്യത്യാസം വരും. അപ്പൊ ഇത് തമ്മിൽ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഴലിന്റെ നീളം കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് നന്നായിട്ട് ഇത് തുടങ്ങേണ്ടത് ചിത്രം മുതൽ കേട്ടോ, അല്ലാണ്ട് ഇത് പകർത്തരുത്. നിങ്ങൾക്കറിയാല ഏത് രീതിയിൽ അത് ചെയ്തു വരണം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ആ രീതിയിൽ തന്നെ ചെയ്തു വരണം. ചിത്രത്തിലൂടെ തുടങ്ങി ഇതാണ് ആദ്യത്തെ സെക്ഷൻ. BC കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ BCയിലേക്ക് കിടക്കുന്നു. ആ BC നമ്മൾ കണ്ടെത്തുന്നു അല്ലെ. BC നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് എന്താ പറയാ, PB കണ്ടുപിടിക്കുന്നതിലേക്ക് ചിത്രം വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ PB കണ്ടുപിടിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നു. എന്നിട്ട് നമ്മൾ PB കണ്ടുപിടിക്കുന്നു. വേഗം ആയിക്കോട്ടെ.
4 പ്രാവശ്യം 4 28 ബാക്കി 2 16 18 കുറയ്ക്കുന്നു 2 9 വരുമ്പോൾ 4 42 എന്ന് കിട്ടി. ഇല്ലാത്തൊരു 0 ചേർത്ത് 1 ഒരു 9 പ്രാവശ്യത്തിൻ്റെ അടുത്ത് നമുക്ക് കിട്ടും. 9 7 63 ബാക്കി 6 കുഴപ്പമില്ല. 14.89 എന്നൊക്കെയാണ് കിട്ടുക. 14.9 എന്ന് നമുക്ക് 14.9 മീറ്റർ. അതായത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ എന്താ ഹൈറ്റ് ഓഫ് ദി ലെങ്ത് ഓഫ് ദി ഷേഡ് അല്ലേ, അത് നമ്മുടെ ഓക്കെ. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? എഴുതിയെടുത്തതിന് ശേഷം 3 പ്രാവശ്യമെങ്കിലും റഫ് എഴുതിക്കോളൂ കേട്ടോ. ക്ലിയർ ആക്കിക്കോളൂ. എന്നാലേ നമുക്ക് ഇത്തരത്തിലുള്ളൊരു കണക്ക് വന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് സിമ്പിളാണ് എന്നൊക്കെ തോന്നും. പരീക്ഷയ്ക്ക് നമുക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അത് ചെയ്ത് തീർച്ചപ്പെടുത്തുക കേട്ടോ. അത് ഓക്കെ ആക്കുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും എഴുതിയെടുക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും റഫ്